റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സ്വർണ്ണപ്പണയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട 2 ജീവനക്കാർ ആത്മഹത്യ ചെയ്ത സൂര്യ ഫിനാൻസിനെതിരെ ഗുരുതര ആരോപണം. സൂര്യ ഫിനാൻസിന്റെ ഭീഷണിയെ തുടർന്നാണ് ഊക്കോട് സ്വദേശി വിഷ്ണു ആത്മഹത്യ ചെയ്തതെന്ന മാതാപിതാക്കൾ പറയുന്നു. സ്വർണ്ണപ്പണയ വായ്പ മുടങ്ങിയതിനാൽ ആയിരുന്നു ഭീഷണി. ആകെയുണ്ടായിരുന്ന 3 സെന്റ് സ്ഥലവും EMS ഭവന പദ്ധതിയിൽ ലഭിച്ച വീടും സൂര്യ ഫിനാൻസ് തട്ടിയെടുത്തുവെന്നും കുടുംബത്തിന്റെ ആരോപണമുണ്ട്. അവൻ്റെ ഭാര്യയുടെ സ്വർണ്ണമെല്ലാം അവിടെയാണ് വെച്ചിരുന്നത്. 10-30 പവൻ്റെ ഉരുപ്പടി ഉണ്ടായിരുന്നെല്ലാം കൂടെ. അതെല്ലാം പണയം വെച്ചതെല്ലാം അവിടെയാണ്. ഈ സൂര്യ ഫിനാൻസിലാണ് പണയം വെച്ചത്. അപ്പോൾ രസീതില്ല. ഇപ്പം നമുക്ക് നമ്മൾ ഇത്ര ഉരുപ്പടി അവളെ ഇരിക്കണമെന്ന് ചോദിക്കാനും തെളിവില്ല. അവൾ അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പോൾ വേറെ സ്വന്തമായിട്ടിട്ട് ഇങ്ങനെയുള്ള ആളുകളെ നിന്ന് പറ്റിച്ച് അവൾ സ്വന്തമായിട്ട് തുടങ്ങി. അതിന് ഒരു ഉറപ്പിനിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് എൻ്റെ നിന്ന് ഒപ്പിട്ട് ഒരു പേപ്പറിലേ ഞാൻ ഒപ്പിട്ട് കൊടുത്തുള്ളൂ. ഇപ്പം ഒരു പ്രമാണം പത്രം എനിക്കുള്ള പ്രമാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 100 രൂപ പത്രത്തിലാണ്. കാരണം അന്ന് EMS ഭവന പദ്ധതി വഴി പ്രമാണം ഇല്ല. 12 വർഷത്തേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവർ തന്നയ്ക്കുന്നത്. അത് എങ്ങനെ ഇവളിങ്ങനെ ആക്കി എടുത്തെന്ന് പറഞ്ഞുകൂടെ പ്രമാണം ചെയ്തെന്ന്. അത് പ്രമാണം ചെയ്യാൻ പറ്റൂല. ആ വസ്തു വെറും പേപ്പർ. അരുൺ സോളമൻ വിവരങ്ങൾ നൽകും. അരുൺ, ഇത്തരത്തിലുള്ള ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ മനുഷ്യന്മാരുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് അവരെ വലിയ തട്ടിപ്പിൽപ്പെടുത്തുകയും വലിയ സാമ്പത്തികമായി അവരെ ചൂഷണം ചെയ്യുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുകയാണ്. ഈ സൂര്യ ഫിനാൻസ് ഒരുപാട് പേരെ ഇത്തരത്തിൽ പറ്റിച്ചിട്ടുണ്ടോ അരുൺ? ഷിഖാസ്, തുടക്കത്തിൽ സൂര്യ ഫിനാൻസിന്റെ സ്വർണം അത് സിന്ധു കൈക്കലാക്കുകയും അത് മറ്റൊരു സ്ഥാപനത്തിൽ വിറ്റതിന് പിന്നാലെയാണ് സൂര്യ ഫിനാൻസിലെ 2 സ്റ്റാഫുകൾ അടുത്തിടെ ആത്മഹത്യ ചെയ്തത്. പക്ഷേ അതിന് പിന്നാലെ സിന്ധു നടത്തിയ സമാനമായ രീതിയിൽ തന്നെ സൂര്യ ഫിനാൻസും അതിന്റെ ഉടമയും കഴിഞ്ഞ കുറേ നാളുകളായി പല ആൾക്കാരിൽ നിന്നും സ്വർണം സമാനമായ രീതിയിൽ കൈക്കലാക്കുകയും റെസിപ്റ്റ് നൽകാതെ തന്നെ യാതൊരു തെളിവുകളുമില്ലാതെ ഈ സ്വർണം കൈക്കലാക്കി വിറ്റിരുന്നു എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ടിവിയിലൂടെ പുറത്തു വന്നിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. കാരണം ഇതിൽ ഈ 2 സ്റ്റാഫുകൾ മരിക്കുന്നതിനും 50 ദിവസം മുൻപാണ്, ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് ഊക്കോട് സ്വദേശിയായിട്ടുള്ള വിഷ്ണു ആത്മഹത്യ ചെയ്യുന്നത്. 33 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ 2023-ലാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ നടത്തിയത്. അതിൽ ഭാര്യയുടെ തന്നെ ഏകദേശം 25-30 പവനോളം വരുന്ന സ്വർണം അവിടെ പണയം വെച്ചിരുന്നു. അതും പണയം വെച്ചതിന് യാതൊരുവിധ തെളിവുകളും ഇല്ല എന്നുള്ളതാണ് വിഷ്ണുവിന്റെ അമ്മ ഇപ്പോൾ റിപ്പോർട്ട് ടിവിയോട് പറയുന്നത്. മറ്റൊന്ന്, വിഷ്ണു അവിടെ നിന്നും 2,45,000 രൂപ വായ്പയും എടുത്തിരുന്നു. ഈ വായ്പ പിന്നീട് മുടങ്ങിയതിന് പിന്നാലെ തന്നെ ഈ സൂര്യ ഫിനാൻസിന്റെ ഉടമയുടെ പാർട്ണർ കൂടിയായിരുന്ന ശശികല ഇവരുടെ വീട്ടിലെത്തി ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങി കടന്നുപോയി എന്നുള്ളതാണ്. പിന്നീട് അറിയാൻ കഴിഞ്ഞത് കോടതിയിൽ നിന്ന് വന്ന ഹിയറിംഗ് നോട്ടീസുകളെല്ലാം തന്നെ ബാങ്ക് കൈക്കലാക്കുകയും ഒടുവിൽ ബാങ്ക് ഈ വീട് കോടതി ഈ വീട് ലേലത്തിൽ വയ്ക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഈ വിവരം വയോധികരായ അവർ അറിയുന്നതെന്നുള്ളതാണ്. കാരണം ഈ വിഷ്ണുവിന്റെ അമ്മ ഭിന്നശേഷിക്കാരിയാണ്. അവർക്ക് പ്രായം ചെന്ന ഒരു അച്ഛൻ കൂടിയാണ് വിഷ്ണുവിനുള്ളത്. TB അസുഖബാധിതനായിട്ടുള്ള ആ പിതാവും വളരെയധികം ദുരിതത്തിലാണ് കഴിയുന്നത്. കാരണം 2 പേർക്കും ആകെയുള്ളത് 3 സെന്റ് കിടപ്പാടമാണ്. അതും വർഷങ്ങൾക്ക് മുമ്പ് EMS ഭവന പദ്ധതിയിൽ കിട്ടിയ വീട്. ആ വീടാണ് ബാങ്ക് വളരെ ആസൂത്രിതപരമായിട്ട് കൈക്കലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസ് കോടതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും വിഷ്ണു ഇപ്പോൾ ആത്മഹത്യ ചെയ്തു. യാതൊരുവിധ തെളിവുകളും സ്വർണം പണയം വെച്ചതിനോ അതിനൊന്നും തന്നെ തെളിവുകളില്ല. ഇപ്പോൾ ആ കുടുംബം വലിയൊരു ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കേസ് ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം. വലിയ തട്ടിപ്പാണ് സൂര്യ ഫിനാൻസ് എന്ന ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തിയിട്ടുള്ളത്.